ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കേ സൂര്യനെല്ലിയിലുള്ള ഒരു മനോഹരമായ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോയാലോ. ആ സ്ഥലത്തിൻ്റെ പേരാണ് പാപ്പാത്തിച്ചോല. അപ്പം നമ്മൾ പാപ്പാത്തിച്ചോലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ പാപ്പാത്തിച്ചോലയിലേക്ക് സൂര്യനെല്ലിയിൽ നിന്നും പോകുന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. സൂര്യനെല്ലിയിൽ നിന്നും ഏകദേശം ഒരു 10 കിലോമീറ്ററോളം വേണം നമുക്ക് പാപ്പാത്തിച്ചോലയിൽ എത്തിച്ചേരാൻ. അപ്പോൾ നമ്മൾ പാപ്പാത്തിച്ചോലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് ചെറിയ റോഡാണ്, എന്നാലും കുഴപ്പമില്ലാതെ നമുക്ക് വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഈ കാണുന്ന ഈ സ്ഥലത്തിൻ്റെ 2 സൈഡിലും നമുക്ക് കുറേ ടെൻറ്റ് ക്യാമ്പിംഗ് ഉള്ള സ്ഥലമാണ് കേട്ടോ. കൂടുതൽ ആളുകൾ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അല്ലാത്ത എല്ലാ പ്രദേശത്തു നിന്നും ഒത്തിരി ആളുകൾ വന്ന് ഇവിടെ ടെൻറ്റ് ക്യാമ്പിങ്ങിൽ താമസിച്ചിട്ടുള്ളവരായിരിക്കും ഈ ഏരിയയിലൊക്കെ. നല്ല മനോഹരമായ ഒരു ഏരിയ ആണ് കേട്ടോ. നമുക്ക് സായാഹ്ന വേളകളിൽ നമുക്ക് നടന്ന് ഇതിലൂടെ പോയി വ്യൂസൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാൻ കഴിയുന്ന നല്ലൊരു ഭംഗിയാർന്ന സ്ഥലമാണ്. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാപ്പാത്തിച്ചോല ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരെ കാണുന്ന സ്ഥലമാണ് പാപ്പാത്തിച്ചോല. ഇവിടെ നിന്ന് തൊട്ട് നമുക്ക് HMLൻ്റെ ടീ പ്ലാന്റേഷനാണ് കേട്ടോ. മനോഹരമായ ടീ പ്ലാന്റേഷനാണ് ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പം. നമ്മൾ ആ വഴിയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സൂര്യനെല്ലി വരുവാണെങ്കിൽ ഈ സ്ഥലം നിങ്ങൾ മിസ്സാക്കാതെ പോയി കാണുക. നല്ല ഭംഗിയാർന്ന ഒരു സ്ഥലമാണ്. ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് 2 റിസോർട്ടുകളുണ്ട്. നമുക്ക് അവിടെ ആ റിസോർട്ടുകളിൽ താമസിക്കണമെങ്കിൽ അവിടെ വന്ന് താമസിക്കാം. അല്ലാതെ നമുക്കൊരു ട്രെക്കിംഗ് പോലെ ജീപ്പിൽ വരുവാണെങ്കിലും ഈ സ്ഥലങ്ങൾ കണ്ടിട്ട് തിരിച്ചു പോകാം. ഓൺ കാറിൽ വരാൻ താല്പര്യമുള്ളവർക്കാണെങ്കിലും ഇതിലൂടെ വന്ന് ഈ സ്ഥലങ്ങൾ ആസ്വദിച്ചിട്ട് തിരിച്ചു പോകാൻ കഴിയും. നല്ല ലഷ് ഗ്രീൻ ആയിട്ടുള്ള നല്ല ടീ പ്ലാന്റേഷനാണ്. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണൊക്കെ ചെറുതായിട്ട് ഇടിഞ്ഞ് കിടപ്പുണ്ട് മഴയിൽ. വഴി കുറച്ചൊക്കെ ഇവിടെ നിന്നിട്ട് കുറച്ച് മോശമാണ് കേട്ടോ. ചെറിയ കുണ്ടും കുഴികളൊക്കെ ഉള്ള വഴിയാണ്. എന്നാലും നമുക്ക് ഈ വഴിയിലൂടെ പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വളരെ മനോഹരമായ ദൃശ്യമാണ് കേട്ടോ നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ണിന് നല്ല കുളിർമയാർന്ന നല്ലൊരു ഭംഗിയാർന്ന ദൃശ്യമാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത് കേട്ടോ. ഇതിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണേ. ഇപ്പോൾ എല്ലാവരും സൂര്യനെല്ലി വരികയാണെങ്കിൽ കൊഴുക്കുമലയ്ക്ക് പോകാറുണ്ട്. പിന്നെ ആനയിറങ്ങൽ ഡാം, അതിനോട് അനുബന്ധമായ സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടിട്ട് പോകാറ്. കുറേ ആൾക്കാർ മിസ് ചെയ്യുന്നൊരു പ്ലേസാണ് ഈ പാപ്പാത്തിച്ചോല. പാപ്പാത്തിച്ചോലയിൽ വരുവാണെങ്കിൽ വലിയ സമയമൊന്നും വേണ്ട, നമുക്ക് വന്ന് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ച് പോകാൻ കഴിയും. ഒരു 1 അവറിൽ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ട് പോകാൻ കഴിയുന്ന സ്ഥലമാണ് പാപ്പാത്തിച്ചോല. ഇതുണ്ടോ, ചെറിയൊരു വാട്ടർഫാൾസ് അവിടെ ഒഴുകുന്നുണ്ടേ. ഈ വാട്ടർഫാൾസൊക്കെ നമുക്കിങ്ങനെ മഴക്കാലത്തൊക്കെ കാണാൻ കഴിയുള്ളൂ, അല്ലാത്ത സമയത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ടീ പ്ലാന്റേഷൻ്റെ സൈഡിൽ വരികയാണെങ്കിൽ ചെറിയൊരു ജലാശയം, വാട്ടർഫാൾസ്, അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, 2 സൈഡും ഉള്ള വ്യൂ. ഇങ്ങനെ നേച്ചർ കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരികയാണെങ്കിൽ അവർക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാഴ്ചയായിരിക്കും കേട്ടോ ഇത്. നമ്മുടെ ദുഃഖങ്ങളെല്ലാം മറന്ന് നേച്ചറുമായിട്ട് കൂടിച്ചേർന്ന് നമുക്കിങ്ങനെ കുറേ സമയം ചിലവഴിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ നാച്ചുറൽ ലവേഴ്സൊക്കെ ഇങ്ങോട്ട് വരിക, ഈ സ്ഥലങ്ങളൊക്കെ കാണുക. കുറേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളുണ്ട് മൂന്നാറിൽ വരുവാണെങ്കിൽ. സൂര്യനെല്ലിയുമായിട്ട് അനുബന്ധമായ ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് വന്ന് കാണാവുന്നതാണ്. ഈ സ്ഥലങ്ങളൊക്കെ നോർമലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഇതൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരിക. ഇതൊരു ബെൻഡാണേ. ഇവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞ് മുകളിലേക്ക് പോകണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് പിന്നെയും തിരിയണം. നല്ല കോടമഞ്ഞൊക്കെ വരുന്നൊരു സ്ഥലമാണ് ഈ പാപ്പാത്തിച്ചോല. ഇതൊരു റിസോർട്ടാണ്, പ്ലാനറ്റ് എന്ന് പറഞ്ഞ്. അത് പാപ്പാത്തിച്ചോലയിലുള്ള ഒരു റിസോർട്ടാണ്. അപ്പം നമ്മളതിലൂടെ നേരെ പാപ്പാത്തിച്ചോലയിൽ ഏകദേശം എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. ഈ കാണുന്ന സ്ഥലമാണ് പാപ്പാത്തിച്ചോല. HMLൻ്റെ ഒരു ചെറിയൊരു ഡിവിഷനാണ് ഇവിടെ. കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. HMLൻ്റെ തൊഴിലാളികൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നുള്ളൂ. അപ്പോൾ ആ HMLൻ്റെ പ്ലാന്റേഷൻ്റെ തൊഴിലാളികളാണ് ഇവിടെ താമസിക്കുന്നത് കേട്ടോ. പാപ്പാത്തിച്ചോല കണ്ടല്ലോ, അവിടെ നിന്ന് നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബെൻഡ് പിന്നെയും നമ്മൾ ക്രോസ് ചെയ്തു ഇങ്ങനെ തിരിഞ്ഞു നേരെ മുന്നോട്ട് പോവുകയാണ്. ഒരു പശുക്കിടാവ്, വലിയൊരു പശു നിൽപ്പുണ്ട്. റോഡിൻ്റെ നടുക്കാണ് ആശാൻ നിൽക്കുന്നത്. എന്നാലും നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയി നല്ലൊരു വ്യൂ ആണ് നമ്മൾ കാണുന്നത് കേട്ടോ. താഴേക്കുള്ള ഇതാ കാണുന്നതാണ് പാൻഡം ഹിൽ എന്ന് പറയും. താഴെ നിന്ന് ജീപ്പൊക്കെ കയറി വരുന്നത് കണ്ടോ.
ജീപ്പൊക്കെ താഴെ നിന്ന് ഇങ്ങനെ കയറി വരുന്നു. നല്ല മനോഹരമായ ദൃശ്യമാണ്. താഴെ അങ്ങ് വരെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യാം. ആദ്യം കണ്ട ആ പ്ലാനറ്റ് എന്ന് പറഞ്ഞ റിസോർട്ടാണ് അതാ കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ വരികയാണെങ്കിൽ ഈ ദൃശ്യങ്ങളൊക്കെ നമുക്ക് പകർത്തി, വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ്. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് പോകാൻ കഴിയും. അപ്പോൾ സൂര്യനെല്ലിയിലും മൂന്നാറിലേക്കൊക്കെ വരുന്ന ആളുകൾ ഇങ്ങോട്ട് വരാൻ നോക്കുക. വളരെ മനോഹരമായൊരു ദൃശ്യം നിങ്ങൾക്ക് ഇവിടെ വരുവാണെങ്കിൽ കാണാൻ കഴിയും. ഈ പ്ലേസ് നിങ്ങൾ മിസ് ചെയ്യരുത്. പാപ്പാത്തിച്ചോല ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇവിടെ നമുക്കൊരു ട്രെക്കിംഗ് പോകാം. ഈ പറഞ്ഞ പാൻറ്റം ഹിൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അതിവിടെ വന്നിട്ട് നമുക്ക് ടെൻറ്റ് സ്റ്റേയിൽ സ്റ്റേ ചെയ്യുവാണെങ്കിൽ അവർ തന്നെ കൊണ്ടുപോകുന്നതാണ്. അല്ലാതെ നമ്മൾ വരികയാണെങ്കിൽ